നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഫെബ്രുവരി 7 വെള്ളി 2025. പ്രധാന വാർത്തകളിലേക്ക്. അമേരിക്കയെയും ഇസ്രായേൽ പോലുള്ള സഖ്യകക്ഷികളെയും ലക്ഷ്യമിടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി രാജ്യാന്തര ക്രിമിനൽ കോടതിയെ ഉപരോധിക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവയ്ക്കുമെന്ന് വൈറ്റ് ഹൌസ്. US പൗരന്മാർക്കോ സഖ്യകക്ഷികൾക്കോ നേരെയുള്ള കേസുകൾ രാജ്യാന്തര ക്രിമിനൽ കോടതിയെ സഹായിക്കുന്ന വ്യക്തികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സാമ്പത്തിക വിസ ഉപരോധങ്ങൾക്ക് ഇത് കാരണമാകുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ചെയ്യില്ലെന്ന് നിലപാടുറച്ച് കേന്ദ്ര സർക്കാർ. റഹീം MP രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് നൽകിയ ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാർ നിലപാട് തിരുത്തണമെന്നും വന്യജീവികളിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം നൽകാനായി വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി ഭേദഗതി ചെയ്യണമെന്നും റഹീം ആവശ്യപ്പെട്ടു. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് ഇന്ന് കനത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും നികുതിയേതര വരുമാന വർധനയുള്ള മാർഗങ്ങളായിരിക്കും ഇന്നത്തെ സംസ്ഥാന ബജറ്റിന്റെ ഫോക്കസ് എന്നാണ് സാമ്പത്തിക വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനും പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുമ്പുള്ള അവസാന സമ്പൂർണ്ണ ബജറ്റായതുകൊണ്ട് തന്നെ ജനകീയ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കാം. തെരഞ്ഞെടുപ്പിനെ എങ്ങനെ അട്ടിമറിക്കാം എന്ന് ഫലപ്രദമായി ചെയ്തു കാണിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്രയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ആണവായുധത്തേക്കാൾ പ്രാധാന്യം ഇന്ന് ഡേറ്റയ്ക്കുണ്ടെന്ന് പറഞ്ഞ ചെന്നിത്തല ലോകം വമ്പൻ മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും സൂചിപ്പിച്ചു. ലോകം നമ്മളാരും ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ആണ് പോകുകയെന്നും എന്നാൽ തീവ്ര വലതുപക്ഷ ശക്തികൾ വളർന്നു വരുന്നത് ലോകം ആശങ്കയോടെ കാണുന്നു എന്നത് സ്വാഗതാർഹമാണെന്നും ചെന്നിത്തല പറഞ്ഞു. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ പരിവർത്തനത്തിന്റെ കാലം, പരിവർത്തനത്തിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രാഹ്മണന്റെ കുട്ടികൾ ഉണ്ടാകുന്നത് തന്നെ ഏറ്റവും മികച്ച ഒന്നാണെന്ന് സനാതന ധർമ്മത്തിന്റെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. ബ്രാഹ്മണ യുവതിക്ക് ബ്രാഹ്മണന്റെ മക്കൾ ഉണ്ടാകുന്നതിനെ പറ്റിയല്ല പറയുന്നതെന്നും അത് മഹത്തരമാണെന്ന് പറയുന്ന സംസ്കാരത്തെയാണ് സനാതന ധർമ്മം എന്ന് വിളിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതർ പരാമർശത്തെ വിമർശിക്കുകയായിരുന്നു MP ഗോവിന്ദൻ. പകുതി വിലയ്ക്ക് വാഹനവും ഗൃഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ലാലി വിൻസ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി നടപടി. അനന്തകൃഷ്ണൻ പ്രതിയായ കേസിൽ 7ാം പ്രതിയായിരുന്നു ലാലി വിൻസിനെതിരെ ആക്ഷേപം ഗൗരവതരമാണെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി അടുത്ത ദിവസം വിശദമായ വാദം കേൾക്കും. പാതിവിലയ്ക്ക് ഇരുചക്രവാഹനങ്ങളും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം നൽകി വിശ്വസിച്ച് പണം തട്ടിയെന്ന കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ AN രാധാകൃഷ്ണനെതിരെ ആരോപണമായി കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. എറണാകുളം കേന്ദ്രീകരിച്ച് നടക്കുന്ന മിക്ക ഡീലുകളും പിറകിലുള്ള ഒന്നാന്തരം കച്ചവടക്കാരാണ് AN രാധാകൃഷ്ണൻ സന്ദീപ് ആരോപിച്ചു. BJP അറിഞ്ഞുകൊണ്ടാണോ തട്ടിപ്പെന്നും സന്ദീപ് ചോദിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു സന്ദീപിന്റെ ഈ ആരോപണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവ്യൂഹം SFIയുടെ പ്രകടനത്തിനിടയിൽപ്പെട്ടു. AKG സെന്ററിൽ നിന്ന് പുറപ്പെട്ട വാഹനവ്യൂഹമാണ് പാളയത്ത് SFI സമരത്തിനിടയിൽപ്പെട്ടത്. Z+ കാറ്റഗറിയിൽപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാഹനം സമരക്കാർക്കിടയിൽപ്പെട്ടത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ. ആർദ്രം ആരോഗ്യം ജീവിതശൈലി രോഗനിർണയത്തിന്റെ സ്ക്രീനിംഗ് 2ാം ഘട്ടത്തിൽ 1 കോടി ജനങ്ങളുടെ സ്ക്രീനിംഗ് നടത്തിയാൽ 40% പേർക്കും ജീവിതശൈലി രോഗസാധ്യതയുണ്ടെന്ന് കണ്ടെത്തി. ആദ്യഘട്ട സ്ക്രീനിംഗിൽ ഏകദേശം 9 ലക്ഷത്തോളം ആളുകൾക്കും 2ാം ഘട്ട സ്ക്രീനിംഗിൽ 2 ലക്ഷത്തിലധികം ആളുകൾക്കും ക്യാൻസർ സാധ്യത കണ്ടെത്തിയെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കലൂർ സ്റ്റേഡിയത്തിന് സമീപം സ്റ്റീമർ പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു, 5 പേർക്ക് പരിക്കേറ്റു. ഇതര സംസ്ഥാന തൊഴിലാളി സുമിത് ആണ് മരിച്ചത്. സ്റ്റേഡിയത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടലിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇന്നലെ വൈകുന്നേരം 4 മണിക്കാണ് സംഭവം. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നുവെന്ന് ഫോറൻസിക് സംഘം പരിശോധിക്കുമെന്നും ഹോട്ടൽ ഉടമകൾക്കെതിരെ കേസെടുക്കുമെന്നും CI പറഞ്ഞു. CPM നേതാവ് P സരിൻ ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ച് നജീബ് കാന്തപുരം. പകുതി വിലയ്ക്ക് സ്കൂട്ടറും വീട്ടുപകരണങ്ങളും നൽകുന്ന തട്ടിപ്പിൽ പെരിന്തൽമണ്ണ MLA ആയ നജീബിന് പങ്കുണ്ടെന്നായിരുന്നു സരിന്റെ ആരോപണം. കേരളം കടൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തുവരുന്നതെന്നും എല്ലാ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും കബളിപ്പിച്ച് നടത്തിയ തട്ടിപ്പാണെന്നും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും നജീബ് കാന്തപുരം പറഞ്ഞു. കോഴിക്കോട് ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ മുഖ്യപ്രതിയായ ഹോട്ടൽ ഉടമ ദേവദാസിനെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് യുവതിയുടെ കുടുംബം. ജീവനക്കാരിയായ യുവതിക്ക് പ്രതിയിൽ നിന്ന് ആദ്യമായി മോശം അനുഭവം ഉണ്ടായതിന്റെ ഡിജിറ്റൽ തെളിവുകളാണ് കുടുംബം പുറത്തുവിട്ടത്. പീഡനശ്രമത്തിന്റെ ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. AI സംവിധാനത്തെ സ്വതന്ത്രമായി ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ബദലായി കൈകാര്യം ചെയ്യാൻ കഴിയണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. AI ഉൾപ്പെടെയുള്ള എല്ലാത്തിനെയും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ദർശനം മാർക്സിസം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. AI സംവിധാനത്തിന്റെ ഫലമായി ലോകത്തെമ്പാടും വളർന്നു വരുന്ന തൊഴിലായ്മ വമ്പിച്ച രീതിയിലുള്ള സമരങ്ങളിലേക്കും പോരാട്ടങ്ങളിലേക്കുമാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ നയിക്കുകയെന്നും അതിലൂടെയാണ് കേന്ദ്രീകൃതമായ സാമ്പത്തിന് വികേന്ദ്രീകൃത സ്വഭാവം നൽകുകയാണെന്നും അങ്ങനെയാണ് ജനാധിപത്യ വിപ്ലവത്തിന്റെയും സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെയും പാതയിലേക്ക് സമൂഹത്തെ നയിക്കാൻ കഴിയുമെന്നാണ് താൻ ചൂണ്ടിക്കാണിച്ചതെന്നും അല്ലാതെ AIയിലൂടെ സോഷ്യലിസം വരൂ എന്നല്ല താൻ പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
ചാനൽ ചർച്ചയിൽ PC ജോർജ് നടത്തിയ വിവാദ പരാമർശം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി കോടതി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യഹർജി തള്ളിയത്. ജാമ്യഹർജി തള്ളിയ സാഹചര്യത്തിൽ PC ജോർജ് ഹൈക്കോടതിയെ സമീപിക്കും. ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനാണ് തീരുമാനം. മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. PV ശ്രീനിജൻ MLA-ക്കെതിരായ കേസ്. എറണാകുളം കുന്നത്തുനാട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ കുന്നത്തുനാട് പോലീസാണ് കേസെടുത്തത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിന്റെ MLA അടക്കം 10 പ്രതികൾ അതിക്രമിച്ച് കയറി ഭീഷണിപ്പെടുത്തിയെന്നും പുലഭ്യം പറഞ്ഞെന്നും ഓഫീസിന് പുറത്തുണ്ടായിരുന്ന കാറിന്റെ കണ്ണാടി അടിച്ചു തകർത്തുവെന്നാണ് FIR. കഴിഞ്ഞ ഡിസംബർ 24-ന് കേസിനാസ്പദമായ സംഭവം നടന്നത്. വയനാട് കാട്ടുള്ളിൽ ചത്തലയിൽ കണ്ടെത്തിയ കടുവകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. പരസ്പരമുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ് കടുവകൾ മരിച്ചതെന്നാണ് റിപ്പോർട്ട്. 1 വയസ്സ് പ്രായമുള്ള 2 കടുവ കുട്ടികളാണ് ചത്തത്. കടുവയുടെ ആക്രമണത്തിൽ തെരുവുകൾ ജഡത്തിൽ കണ്ടെത്തുകയായിരുന്നു. കടുവകൾ ചത്തതിനെ തുടർന്ന് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെയും രൂപീകരിച്ചിരുന്നു. കൂറ്റനാട് നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു. കുഞ്ഞുമരുന്നാളാണ് മരിച്ചത്. കൂറ്റനാട് നേർച്ച ആഘോഷ പരിപാടിയിലേക്ക് കൊണ്ടുവന്ന വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. രാത്രി 11 ആഘോഷ പരിപാടി അവസാന ഇനമായ ഗജസംഗമം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ആന ഇടഞ്ഞത്. ഒരാൾ കൂടി പരിക്കേറ്റതായാണ് വിവരങ്ങൾ. സമീപത്തുള്ള വാഹനങ്ങളും ആന തകർത്തിരുന്നു. കഞ്ചാവ് വലിച്ച് ബസ് ഓടിച്ച ഡ്രൈവർ പോലീസ് പിടിയിൽ. പെരുമണ്ണ കോഴിക്കോട് പാതയിലെ ബസ് ഡ്രൈവർ ഫൈജാസ് ആണ് കഞ്ചാവ് ഉപയോഗിച്ചത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന. ഇയാളുടെ പോക്കറ്റിൽ നിന്ന് വലിക്കാൻ ഉപയോഗിച്ച കഞ്ചാവിന്റെ ബാക്കി പോലീസ് കണ്ടെത്തി. ബസും ഡ്രൈവറെയും സഹിതം പന്തിരാങ്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബാംഗ്ലൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥി അനാമിക ആത്മഹത്യ സംഭവത്തിൽ ആരോപണ വിധേയായ പ്രിൻസിപ്പലിനെയും അസോസിയേറ്റ് പ്രൊഫസറെയും സസ്പെൻഡ് ചെയ്തതായി സ്വകാര്യ സർവകലാശാലയായ ദയാനന്ദ് സാഗർ യൂണിവേഴ്സിറ്റി അറിയിച്ചു. സംഭവം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ചുവെന്നും സർവകലാശാല അറിയിച്ചു. ജൂൺ 1 മുതൽ കേരളത്തിൽ സിനിമാ സമരം, സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. GSTക്ക് ഒപ്പമുള്ള വിനോദ നികുതി പിൻവലിക്കുക, താരങ്ങളുടെ വലിയ പ്രതിഫലം വെട്ടിക്കുറയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 11 MBBS വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്ന പരാതിയിൽ 5-അംഗ അന്വേഷണ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 2ാം വർഷ MBBS വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത്. ജിഫ്രി മുത്തുകോയ തങ്ങൾക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ സമസ്ത മുശാവറ അംഗത്തിന് സസ്പെൻഷൻ. മുസ്തഫൽ ഫൈസിയാണ് മുശാവറയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. സമസ്ത ലീഗ് പക്ഷത്തിന്റെ ശക്തനായ വക്താവായ ഫൈസിയാണ് മുശാവറയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത്. വ്യാഴാഴ്ച ചേർന്ന സമസ്ത മുശാവറ യോഗത്തിലാണ് ഈ തീരുമാനം. കോഴിക്കോട് വളയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലെ ചെക്കാട് കായലോട്ട് താഴെ പാറച്ചൽ മുക്കിൽ വൻ ആയുധശേഖരം കണ്ടെത്തി. രഹസ്യവിവരത്തെ തുടർന്ന് വളയം പോലീസ് ബോംബ് സ്ക്വാഡ് നടത്തിയ പരിശോധനയാണ് ആയുധശേഖരം കണ്ടെത്തിയത്. ബോംബും ആയുധങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മേഖലയിൽ പോലീസ് പരിശോധന തുടരുകയാണ്. ബംഗളൂരിൽ പഠിച്ചിരുന്ന നഴ്സിംഗ് വിദ്യാർത്ഥിയെ വീടിനകത്ത് തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തി. പാലപ്പെട്ടി പുതിയരുത്തി സ്വദേശി കളത്തിൽ രാജേഷിന്റെ മകൾ ദർശനയാണ് തൂങ്ങി മരിച്ചത്. ദർശന ചങ്ങരംകുളത്ത് അമ്മ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. റഷ്യയിൽ കുടുങ്ങിയ തിരുവനന്തപുരം സ്വദേശി ആത്മഹത്യ ചെയ്ത നിലയിൽ തൊഴിൽ തട്ടിപ്പുകാരായ റഷ്യയിലെത്തി. യുദ്ധത്തിനു വേണ്ടി പട്ടാളത്തിന് കൈമാറിയ പൊഴിയൂർ കല്ലി സ്വദേശി ഡേവിഡിനെയാണ് ഇന്നലെ രാവിലെ ലോഡ്ജ് മുറിയിൽ മരിച്ചതിൽ കണ്ടെത്തിയത്. വിഷമുള്ളിൽ ചെന്ന് മരിച്ചതാണെന്ന് പ്രാഥമിക നിഗമനം. നെയ്യാറ്റിൻകര പോലീസ് തുടർ നടപടി സ്വീകരിച്ചു. തമിഴ്നാട് ഗവർണർക്കെതിരെ സുപ്രീം കോടതി. നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിഷ്ടത്തിന്റെ പേരിൽ അനുമതി നിശ്ചയിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജയ്പൂരിലെ വാഹനാപകടത്തിൽ 8 പേർ മരിച്ചു. കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയവരാണ് മരിച്ചത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ വരാനിരിക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 7 AAP സ്ഥാനാർത്ഥികളുമായി BJP. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.